ഇനി ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ നൂറനാട് 4ാം ക്ലാസ്സുകാരിയെ പിതാവും രണ്ടാനമ്മയും മർദ്ദിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശുക്ഷേമ ഓഫീസറോടും നൂറനാട് SHOയോടും റിപ്പോർട്ട് തേടി. CWCക്ക് മുന്നിൽ ഹാജരാക്കിയ കുട്ടിയെ മുത്തശ്ശിയുടെ സംരക്ഷണയിലേക്ക് മാറ്റി. മികച്ച വിദ്യാഭ്യാസം നൽകി വളർത്തുമെന്ന് കുട്ടിയുടെ മുത്തശ്ശി ഉറപ്പു നൽകിയതായി CWC ചെയർപേഴ്സൺ വ്യക്തമാക്കി. അവർ കുഞ്ഞിനെ വളർത്തും, ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കും. ഒരു 2 മാസമേ ഉള്ളൂ ഇവരെ കയ്യിൽ നിന്ന് മാറിയത്, പുതിയ വീട്ടോട്ട് മാറിയത്. അപ്പോൾ ഇനി അവരെങ്ങും വിടത്തില്ല. കുഞ്ഞിനെ എൻ്റെ ഒപ്പം നിർത്തി വളർത്തി വലുതാക്കി വിടും, പഠിപ്പിക്കും. എന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സാധാരണ ആളുകൾ പറയും വിവാഹം കഴിച്ച് വിടുമെന്ന്, അല്ലേ? 18 വയസ്സ് അവരെ വളർത്തും, വിവാഹം കഴിച്ച് വിടുമെന്ന്. അങ്ങനെയല്ല, അവളെ പഠിപ്പിക്കും, എത്ര വേണമെങ്കിലും പഠിപ്പിക്കും. അവളെ ഒരു നല്ല ഉദ്യോഗസ്ഥയാക്കും എന്നാണ് പറഞ്ഞത്. 24 ആണ് കുട്ടി നേരിട്ട മർദ്ദനം പുറം ലോകത്തെ അറിയിച്ചത്. പ്രതികളെ പിടികൂടാൻ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുകയാണ്. സുജിത്ത്, ഈ വിഷയം, ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്. അത് മാത്രമല്ല, പിന്നീട് വീണ്ടും ആ കുട്ടിയെ പിതാവ് ഉപദ്രവിച്ചു എന്നൊക്കെ വാർത്തയ്ക്ക് അതിന് പിന്നാലെ വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിലൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. കാരണം നമ്മൾ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിലൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുണ്ടാകുന്നു. മുത്തശ്ശിക്കൊപ്പം വിടും എങ്കിൽ കൃത്യമായ വ്യവസ്ഥകളുണ്ട്, അതൊക്കെ കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് എന്ന് പറയുന്നു. ഈ പ്രതികളെ പിടികൂടാനുള്ള അന്വേഷണ സംഘം, അത് ആരൊക്കെയുണ്ട് ആ ടീമിൽ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അതേ പ്രജിൻ, ഈ കുട്ടിയെ മുത്തശ്ശിയുടെ കൂടെ ആദ്യം വിട്ടെങ്കിലും കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിൽ വെച്ച് ആ കുട്ടിയുടെ രക്ഷകർത്താവ്, അതായത് പിതാവ്, കുട്ടിയെ മർദ്ദിച്ച പിതാവ് വീട്ടിൽ കയറി കുട്ടിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ കുട്ടിയെയും എടുത്ത ഈ പിതൃമാതാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് കുട്ടിയെയും ഈ പിതൃമാതാവിനെയും ശൂരനാട്ടുള്ള ഒരു ബന്ധുവീട്ടിൽ സുരക്ഷിതമായി എത്തിച്ചത്. അത് CWCയുടെ ഉൾപ്പെടെ ഇടപെടലായിരുന്നു. ഇന്ന് കുട്ടിയെ ആലപ്പുഴയിലേക്ക് എത്തിക്കുകയും ആലപ്പുഴയിൽ CWC ഓഫീസിൽ വെച്ചുള്ള CWC കുട്ടിയെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടി മുത്തശ്ശിയോട് കൂടി പോവുകയാണ് എന്നുള്ള കാര്യം അറിയിച്ചത്. അല്ലാതെ CWCയുടെ സംരക്ഷണയിൽ തുടരുന്നതിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്, മുത്തശ്ശിയോടൊപ്പം തന്നെ നിന്നുകൊള്ളാമെന്ന് അറിയിക്കുകയായിരുന്നു. അപ്പോഴാണ് കുട്ടിയെ പഠിപ്പിക്കാനും കുട്ടിയെ അതുപോലെ തന്നെ കുട്ടിയുടെ സംരക്ഷണം മുത്തശ്ശി ഏറ്റെടുത്തുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കൃത്യമായി ഇക്കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. കുട്ടിയുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് CWC പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പോൾ സംഭവസ്ഥലത്ത് MLA എത്തിയിരിക്കുകയാണ്. MLA സ്കൂൾ സന്ദർശിച്ചിരിക്കുകയാണ്. മാവേലിക്കര MLA ആയിട്ടുള്ള MS അരുൺകുമാർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. MLAയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു കാര്യം. അതുപോലെ തന്നെ കുട്ടി നേരിട്ട പീഡനങ്ങൾ വളരെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ഭാഗത്തു നിന്നുണ്ടായത്. സ്കൂൾ അധികൃതർ ഈ സംഭവത്തിൽ ആദ്യം ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല. ഇത് മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്നുള്ള ചില വാർത്തകൾ കൂടി വരികയാണ്. എന്താണ് പ്രതികരണം? ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വലിയ സ്നേഹവും അലിവും, അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു താല്പര്യവുമൊക്കെ തോന്നുന്ന നിലയിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കാണുന്നത്. കാരണം അത്രമാത്രം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ടവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്നുള്ളത്. അത്തരമൊരു കുഞ്ഞിനെയാണ് ഒരു രക്ഷകർത്താക്കൾ ഈ നിലയിലേക്ക് വല്ലാത്ത നിലയിൽ ഉപദ്രവിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കുട്ടിയുമായി സംസാരിച്ചില്ലല്ലോ, എന്താണ് പറഞ്ഞത്? കുഞ്ഞിന് IAS കാരിയാകണമെന്നാണ് പറഞ്ഞത്. വളരെ ആത്മവിശ്വാസത്തോടെയാണ് കുഞ്ഞ് സംസാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒന്നുമല്ല കുഞ്ഞിൻ്റെ മനസ്സിൽ. പക്ഷേ കുഞ്ഞിനോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിൽ അതിങ്ങനെ വരുന്നതായിട്ട് നമുക്ക് നന്നായി ഫീൽ ചെയ്യും. അപ്പോൾ കുഞ്ഞ് നമുക്കും വല്ലാതെ മനസ്സ് നോവുന്ന നിലയിൽ എങ്ങനെ പറഞ്ഞ് വിവരിക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം അത്രമാത്രം ഒരു രക്ഷകർത്താവും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ആലോചിച്ചു. കാരണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഏത് തരത്തിലുള്ള ഇടപെടലാണ് മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിച്ചത്? അല്ല, നമ്മളിപ്പോൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കേൾക്കും. അപ്പോൾ ഇതൊരു നല്ല ബോധവൽക്കരണമാണ്. ഇപ്പം നല്ല പേരൻറ്റിങ്ങും എന്നുള്ള നിലയിലേക്ക് നമുക്കൊരു ബോധവൽക്കരണം അത്യാവശ്യമായി വരുന്നൊരു ഘട്ടമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കൊല്ലത്തും ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്നു എന്നുള്ളത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പുതിയ കാലഘട്ടത്തിലെ രക്ഷകർത്താക്കൾ പ്രത്യേകമായി കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നതിൻ്റെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം മണ്ഡലത്തിലുടനീളം നടത്താനാണ് തീർച്ചയായും ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ PTA-കാരും കൂടി എൻ്റെ കൂടെ ഉണ്ട്, PTA-യുടെ പ്രവർത്തകരും കൂടി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവരുമായിട്ടെല്ലാം കൂടി ബന്ധപ്പെട്ട് ഒരു നല്ല സംവിധാനം നമ്മുടെ മണ്ഡലത്തിൽ തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട മിനിസ്റ്റർ കുഞ്ഞിൻ്റെ ഈ നോട്ട് കുറിക്കുകയുണ്ടായി, അത് ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട്
സർക്കാർ തന്നെ കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം അതെ ശ്രദ്ധിക്കും. നാളെ മിനിസ്റ്റർ കുഞ്ഞിനെ കാണാനായിട്ട് എത്തുന്നുണ്ട്. അതാണ് എം എസ് അരുൺകുമാർ പറയുന്നത്. നാളെ വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഇവിടേക്ക് എത്തിയേക്കുമെന്നാണ് തന്നെയാണ് പറയുന്നത്. കുട്ടിയെ സന്ദർശിക്കാനുള്ള ഒരു തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി എടുത്തിട്ടുണ്ട്. നാളെ സ്കൂളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് MLA നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. പ്രജിൻ. യെസ്, സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.